നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ്? ഏത്തപ്പഴം. എല്ലാവരും ഒരു ഗസ് ചെയ്യുക എന്താ ഉണ്ടാക്കാൻ പോണെന്ന്. ഭയങ്കര വലിപ്പമുള്ള ഏത്തപ്പഴമാണ്. എന്തായിരിക്കും? എല്ലാവരും തോറ്റു വന്നതാണ്. ഇല്ല, ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമൻ. ഏത്തപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഏത്തപ്പഴം കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പഴപ്രഥമനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഴപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇവിടെ അത്ര നല്ല ഏത്തപ്പഴം കിട്ടാൻ സാധ്യത കുറവാണ്, പലപ്പോഴും കിട്ടാറില്ല. അതായത് പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നല്ലോണം പഴുത്ത, ഏകദേശം കറുത്ത തൊലിയുള്ള പഴമാണ് വേണ്ടത്. അപ്പം നല്ലോണം ഇത് പഴുത്തിട്ടുണ്ട്, പക്ഷേ അത്രയും ശരിക്കും പഴുത്തിട്ടില്ല. അപ്പം എങ്ങനെയാകുമെന്നറിയില്ല. പിന്നെ ഇവിടെ കിട്ടുന്നതും നമ്മൾ ആ മൂത്ത് പഴുത്ത് വരുന്ന ഏത്തപ്പഴം ആകാനും സാധ്യത കുറവുണ്ട്. എന്ന് വെച്ചാൽ ഇത് വേറെ പല സ്ഥലത്തുനിന്നും വരുന്നതാണ്. ചിലപ്പോൾ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് അവിടുന്ന് വരും, അല്ലെങ്കിൽ കരീബിയൻ ഐലൻഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നേരത്തെ തന്നെ അവർ മുറിച്ചിട്ട് ഷിപ്പ് ചെയ്യുന്നതാണ്, പെട്ടെന്ന് പഴുത്ത് പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ എന്തോരം മൂത്തിട്ട് പഴുത്തതാണ് എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇത് മുറിച്ച് ടേസ്റ്റ് നോക്കി ഉണ്ടായി കഴിയുമ്പോഴേ അറിയുള്ളൂ അതിനെന്തോരം മധുരമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര ഇടുമ്പോൾ എന്തോരം ഇടണം എന്ന് നേരത്തെ കൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ 2-3 പ്രാവശ്യമായിട്ടായിരിക്കും ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മധുരം അനുസരിച്ച് വേണം ശർക്കര ഇടാനായിട്ട്. അപ്പം ഇന്ന് ഏത്തപ്പഴം. പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, ഇടത്ത് കയ്യിൽ ചായ. എന്റെ ചായ, പഴവും ചായയും കൂടെ കഴിക്കാനല്ല, വെറുതെ ഒന്ന് ചായ കുടിച്ച് കാണിക്കാനാണ്. ഇതാണ് എന്റെ ചായ. എന്നെക്കാളും വലിയ കപ്പ, അത് ശരിയാ. ആ ബോണ്ടയോ കുമ്പളപ്പോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സൂപ്പറായേനെ. പക്ഷെ ഇല്ല, അപ്പോൾ ഒരു ചായ മാത്രം. പിന്നെ ഈ പഴപ്രഥമന് നമ്മൾ വറുത്തിടുന്ന ചിലപ്പോൾ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, അതൊക്കെ ആയിരിക്കും. ഞാനിടാൻ പോണത് മുന്തിരിങ്ങയാണ്. ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പഴപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പഴം 3 പൊളിച്ച് ചെറുതായിട്ട് എരിഞ്ഞ് ഉരുളിയിൽ ഇട്ട് വേവിക്കണം. വലിയ കത്തി ആവശ്യമില്ല, എന്നാലും നല്ല മണമുണ്ട് കേട്ടോ. അപ്പം നല്ല മധുരമുള്ളതാണെന്ന് തോന്നുന്നു. മുറിച്ച് ഇടുമ്പോഴത്തേക്കും നമുക്കറിയാം മധുരം എന്തോരം ഉണ്ട് എന്നുള്ളത്. മധുരമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തോപ്പിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ശർക്കര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. മൂന്നെണ്ണം തൊലി കളഞ്ഞ് ഷർട്ട് ഊരി ഇരിക്കുകയാണ്. ഇനി നമുക്ക് വെറുതെ ചെറുതായിട്ട് അരിഞ്ഞാൽ പോരാ, ഇതിനകത്ത് അരി എന്തോരം വലുതാണ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ അത് കളഞ്ഞിട്ട് വേണം വേവിക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു മണത്തരി കടിക്കുന്ന പോലെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് എടുത്ത് കളയും. ഒന്നിലെ കുരുവൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് ഫുള്ളായിട്ട് പുഴുങ്ങിയിട്ട് അത് പൊടിച്ചെടുക്കാം. ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളവും കളയൂല. അപ്പം അതിൻ്റെ എസൻസും അതിനകത്ത് തന്നെ നിൽക്കും. നമ്മൾ പുഴുങ്ങിയാൽ അതിൻ്റെ വെള്ളം കുറച്ച് വാർന്നു പോകും. ആവിയിലാണ് വയ്ക്കുന്നതെങ്കിലും ആവി കൊള്ളുമ്പോഴത്തേക്ക് അത് വെള്ളമാവും. അതിൽ കൂടെ പഴത്തിൻ്റെ കുറച്ച് എസൻസ് പോവുകയും ചെയ്യും. അപ്പം അതില്ലാതിരിക്കാൻ ഉള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്. പണി എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ പണിയാണ്, അതുകൊണ്ട് തന്നെ പണിയാണ്. ഇതിങ്ങനെ ചെയ്യണ കാണുമ്പോഴത്തേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ മലയാളികൾ കുക്ക് ചെയ്യാൻ വേറെ വല്ലതും കുക്ക് ചെയ്യാനായിട്ട് മുറിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഓർമ്മ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കുരു കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാം കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ബോറടിച്ചിരിക്കും, എന്നിട്ട് പറയും അയാൾ ശരിയല്ല, ഞാൻ ഇനി കാണുന്നില്ല എന്നൊക്കെ. അത് വേണ്ട. അപ്പോൾ ഒരെണ്ണം ചെയ്തു, ഒരെണ്ണം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു. ഇനി ഇത് ചെറുതായിട്ട് മുറിക്കണം. ഇതിൻ്റെ കുരുവും കൂടെ കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് കുരുവൊക്കെ കളഞ്ഞ ഏത്തപ്പഴം. അപ്പോൾ ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഇതെന്തോരം മൂത്ത് പഴുത്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കുരുവിൻ്റെ ലക്ഷണം കണ്ടാൽ പറയാം എന്തോരം മൂത്താണെന്ന്. അപ്പോൾ ഇതിനകത്ത് വേണ്ട അധികം കുരുവില്ല. അതിൻ്റെ അർത്ഥം ഒരുപാട് മൂത്തതല്ല. അതിൻ്റെ അർത്ഥം അധികം മധുരവും ഇല്ല. നോക്കട്ടെ, ഒരു കഷ്ണം മുറിച്ചിട്ട് മധുരം അധികമില്ല, ചെറിയൊരു പുളിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേവിക്കുന്ന അളവും കൂട്ടണം. അത് വേവിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ എന്തോരം സമയം എടുത്തിട്ട് എന്തോരം നമ്മൾ വേവിക്കുന്നു എന്നും കൂടെ നോക്കണം.
ആ പുളി മാറാനായിട്ട്. നല്ലോണം വേവിക്കണം. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ അധികം വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരുപാട് മൂത്ത് പഴുക്കാത്തതും അധികം മധുരം ഇല്ലാത്തതെന്ന് പറയാനൊക്കില്ല, മധുരമുണ്ട്, മധുരം കുറഞ്ഞതുമായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നല്ലോണം വേവിച്ചിട്ട് വേണം ഉടയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ ഏത്തപ്പഴം കാണിച്ചപ്പോഴത്തേക്കും അത് എന്തോരമുണ്ടെന്ന് നോക്കിയില്ല, തൂക്കം എന്തോരമുണ്ടെന്ന്. ഇത് കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ നോക്കി, 660 ഗ്രാം ഉണ്ട് ഇത്രയും ഏത്തപ്പഴം. ഇത് ചെറുതായിട്ട് അരിയട്ടെ. ചെറുതായിട്ട് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറ്റുന്നത്രയും ചെറുതായിട്ട് അരിയും. എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം, പാകത്തിന് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പഴത്തിന്റെ അനുസരിച്ചാണ് വെള്ളം വരുന്നത്. എന്തോരം സമയം എടുക്കും വേകാൻ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വേണമെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ലേശം കൂടുതലായാലും കുഴപ്പമില്ല, പായസത്തിന് വെള്ളം വേണം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ½ ടീസ്പൂൺ സോൾട്ട്, ഉപ്പ് ടേസ്റ്റ് ചെയ്യാനല്ല, മധുരം ഒന്ന് ശരിക്ക് വരാനായിട്ട് ആണ് നമ്മൾ ഉപ്പിടുന്നത്. ഒന്ന് ഇളക്കി നോക്കിയാൽ നമ്മുടെ പഴത്തിൻ്റെ മുകളിൽ വെള്ളം നിൽപ്പുണ്ട്. ഇതെന്തൊക്കെയാലും മതിയാവില്ല, കുറച്ചുകൂടെ ഒഴിക്കാൻ പോകണം. അത്ര ഒഴിച്ചു. ഇനി വേണമെങ്കിൽ നമ്മൾ കുക്കിങ്ങിനിടയിൽ ഒഴിക്കും. അപ്പം ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റൗവിൽ കൊണ്ട് വെച്ചിട്ട് വേവിച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചിട്ട് കാണാം. നമ്മുടെ പഴം വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ വച്ചിരിക്കുന്നു. ഇച്ചിരി കൂട്ടി വെക്കട്ടെ. നമ്മൾ നല്ലോണം നല്ല തീയിൽ തിളച്ച് പുഴുങ്ങണം. അപ്പം അവിടെ ഇരുന്ന് പുഴുങ്ങട്ടെ. ഇത് വേവിക്കാൻ വയ്ക്കുമ്പം ഒരു കാര്യം ഓർക്കണം, വെള്ളം കുറഞ്ഞിട്ട് ചോട്ടിൽ പിടിക്കരുത്. അതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ച് വരുന്നവരെ കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് ഒരു നോവലൊക്കെ വായിച്ചിട്ട് വരാം. ചെറിയ നോവൽ കേട്ടോ, വലുത് വായിച്ചാൽ വരുമ്പോഴത്തേക്കും കരിപ്പഴമായി പോവും. അത് പാടില്ല. തിളച്ച് വരുന്നവരെ നമ്മൾ കണ്ണടച്ചിരുന്നാലും കുഴപ്പമില്ല. ഇപ്പം തന്നെ ഇത് കുറച്ച് ചരിഞ്ഞായിരിക്കണം. ഇപ്പം പായസം എല്ലാം കൂടെ നിലത്ത് വീണേനെ, അങ്ങനെ ഇരുന്നാൽ ശരിയാവൂല. പറഞ്ഞ കേൾക്കാത്ത പാത്രവും സ്റ്റൗവുമാണ്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഏകദേശം പഴത്തിൻ്റെ അനുസരിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ്, നമ്മൾ 20-25 മിനിറ്റ് നമ്മൾ വേവിക്കേണ്ടി വരും. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മീഡിയം ഹൈ ഹീറ്റിലോട്ട് മാറ്റും. അപ്പം മീഡിയം ചെറു തള എന്ന് പറയുമ്പോൾ എന്താണ്? കാലിലിടുന്ന തളയല്ല, ഓക്കെ. തിളപ്പെന്ന് പറയുമ്പോൾ എന്താണ്? തിളപ്പല്ല. തളപ്പെന്ന് പറയുമ്പോഴേക്കും നമുക്ക് തെങ്ങ കയറാൻ കാലിലിടുന്ന വട്ടത്തിന് തളപ്പെന്ന് പറയും. അപ്പോൾ തളയല്ല, തളപ്പുമല്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് വെച്ചാൽ അത് പറഞ്ഞോളുക. ഇതങ്ങോട്ട് തിളച്ച് വരണം മിതമായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സംഗതി ആയിട്ടുണ്ട്. കണ്ടോ, മുള വരുന്നുണ്ടോ? അപ്പോൾ തീച്ചിരി കുറച്ച് വയ്ക്കാൻ പോണ്. തളയടാ തള. അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയും? ഇതെന്താ ആനയാണോ തളയ്ക്കാൻ എന്ന് അല്ലേ? മലയാളത്തിൽ എന്ത് പറഞ്ഞാലും അത് ശരിയാകൂലല്ലോ. വേറൊരു ഭാഷ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പം അങ്ങനെ പോട്ടെ. മലയാളം രണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതങ്ങനെ പോട്ടെ. ഇനിയിപ്പം അതിനെപ്പറ്റി വറി ചെയ്തിട്ട് വേറെ ഒന്നും വരുത്തി കൂട്ടണ്ട. പലയിടത്തുകൊണ്ട് വേഗട്ടെ കേട്ടോ. വെന്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ശരിക്കും ഉടച്ചെടുക്കണം. അതിന് പാകത്തിനായിട്ടില്ല. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, പഴം അധികം മൂത്ത് പഴുക്കാത്തതുകൊണ്ട് ലേശം പുളിയുണ്ട്. അപ്പം അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വേവിക്കണം. ആ പുളിയെ അങ്ങോട്ട് ഇറക്കണം. ഇത് നല്ലോണം ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഉടയ്ക്കേണ്ടി വരില്ല. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നു. വെള്ളത്തിൻ്റെ കളർ കണ്ട് പേടിക്കണ്ട, തേങ്ങാപ്പാലാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 20 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ശർക്കര
അഥവാ ബ്രൗൺ ഷുഗർ അല്ല, ബ്രൗൺ ഷുഗർ അല്ല. ആൾക്കാരുടെ ഓരോ എന്താ പറയാ സന്തോഷം ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ ഇത് എന്തോരം ഇടുന്നെന്ന് ഞാൻ അവസാനം പറയാം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേശ്ശെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പം ആ കാണിച്ച ബ്രൗൺ ഷുഗർ 1 കിലോ പാക്കറ്റിൻ്റെയാണ്. അപ്പം എടുത്തു കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് മെഷർ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ നമ്മൾ എന്തോരം ഇട്ടു എന്നുള്ളത്. തീ കുറച്ച് വെച്ചു എന്ന് വെച്ചാൽ ചോട്ടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പം. അപ്പോൾ എന്തൊക്കെയാലും നിറം കണ്ടാൽ തന്നെ അറിയാം ശർക്കര പോരാ. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ തേങ്ങാപ്പാലിന് കുറച്ച് മധുരം ഉണ്ടെങ്കിലും അതിന് വേറെ ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മധുരം അതനുസരിച്ച് കൂട്ടണം. ഇത് 2ാം പാൽ ഒഴിക്കാൻ പോവാണ്. ഇത് 2ാം പാലാണ്. ഒന്ന് ഇളക്കിയിട്ട് ഒഴിക്കുക. അപ്പം അത്രയും മതി. ഇരിക്കുമ്പോൾ ഇനി കുറച്ച് നമ്മൾ തലപ്പാലല്ല 1ാം പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ 1ാം പാല് അതൊഴിക്കുന്നു. അത് ഏകദേശം ഒരു 2 കപ്പുണ്ട്. അതങ്ങനെ മിക്സ് ആകുമ്പോഴത്തേക്കും ശരിക്കും തലപ്പാലിൽ, ഇത് തലപ്പാലല്ല, ഇത് നേരത്തെ ഒഴിച്ച ആ പാല് തന്നെയാണ്. അതിനകത്തേക്ക് നമ്മുടെ സീക്രട്ട് മസാലപ്പൊടി, പാലിൽ ചേർത്ത് നല്ലോണം ഇളക്കണം. ഇപ്പോൾ ഒന്ന് തിളച്ചു മതിയായി. അത് 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചെടുക്കുക. ഇവിടെ ഇളക്കിയപ്പോഴത്തേക്കും പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കിയിട്ട് അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടങ്ങ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി എന്താണ് ചേർക്കാനുള്ളത് ആർക്കും അറിയില്ല. ഞാനത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു ഒരു സാധനം ചേർക്കുന്നുണ്ട് എന്ന്. എന്തായിരിക്കും? കൈ കൊള്ളാണ്ട് ഇങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. എല്ലാവരും ഇത് മറന്നുപോകുന്നതാണല്ലേ. ഉണക്കമുന്തിരി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ അധികം വേണം. പിന്നെ നമുക്ക് തടി കുറച്ചും കൂടി പോരട്ടെ എന്നുള്ള ആശയമുള്ളവരാണെങ്കിൽ ഇട്ടോളൂ. അപ്പം ഇതിന് ഇത്രയും കാണിച്ചു, നിങ്ങൾ ഇത്രയും വേണോ? ഇത്ര ഇട്ടേക്കാം അല്ലേ. കുറച്ച് മടിയാണ് പൊങ്ങി വരാനായിട്ട്. ചിലതൊക്കെ നല്ലോണം വരുന്നുണ്ട്. എല്ലാം റെഡിയായി. എല്ലാ മുന്തിരിയും എനർജറ്റിക്കായി എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി മുക്കിക്കൊല്ലാം പായസത്തിലിട്ടിട്ട്. അപ്പം അതായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസം എടുത്ത് സെൻട്രൽ സ്റ്റേജിൽ വയ്ക്കുന്നു. നമ്മുടെ വറുത്ത മുന്തിരി ഇടുന്നു. കുറച്ച് നെയ്യ് വെച്ച് വന്നു, കുഴപ്പമില്ല. എന്നിട്ട് ഒന്ന് ഇളക്കുന്നു. ഇതാ പഴപ്രഥമൻ റെഡി. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നത് കാണിച്ചാൽ ടേസ്റ്റ് ചെയ്യുന്നത് കാണുമോ നിങ്ങൾക്ക്? നോക്കാം, കാണിക്കാവുന്ന നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ടേസ്റ്റിയാണ്. ടേസ്റ്റ് നോക്കുക. അടിപൊളി, നല്ല മധുരം, ലേശം ഒരു ടച്ചിന് പുളിയുണ്ട്. പക്ഷെ രണ്ടും കൂടി ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. മധുരവും ലേശം പുളി. പിന്നെ നമ്മുടെ മസാലപ്പൊടിയുടെ
ആ ടേസ്റ്റ് ഉണ്ടല്ലോ, എല്ലാം കൂടെ ജസ്റ്റ് വണ്ടർഫുൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.